ഗൈസ് ജനുവരി 29 ബിജോയുടെ ബർത്ത്ഡേ ആയിരുന്നു. അതിന്റെ തലേ ദിവസം ഒരു കിഡിലാം പ്രാങ്ക് നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഫേക്ക് ഓഡിഷൻ സെറ്റ് ചെയ്തിട്ട് ചെയ്യാന്നുള്ളത്. പ്രസ്റ്റീജിന്റെ കുക്കറിന്റെ ബോക്സിലിട്ട് നമ്മൾ ഇനി അത് പാക്ക് ചെയ്യണം. അതിന് മുമ്പ് അവനെ വിളിച്ചിട്ട് അവ എവിടെ എത്തി എന്നുള്ളത് ചോദിക്കണം. ഇതുവരെ അവന് ഡൗട്ടും കാര്യങ്ങളൊന്നും ഇല്ല. കാരണം അപ്പടുത്ത പണി വെച്ചിരിക്കെ സിംഗറോള് അങ്ങനെയല്ല കാര്യം മീറ്റർ എനിക്കങ്ങളോട് അപ്പ കൊടുങ്ങയ്യ അപ്പ എനിക്കല്ലാ അയ്യണ്ണ സിംഗറോള് எதுக்கு வந்த? എനിക്ക് അപ്പാവനെ പാക്കണം. எங்க அப்பா இங்க வந்துட்டியா? உங்களோட ஆள்காரு எனக்கு தமிழ் அங்க உங்க அப்பா இல்லை. இங்க இருக்கையா எனக்கு நாலு தங்கச்சியும் ചിരിക്കുന്നത്. അപ്പൊ ഉനക്ക് என்ன ஆச்சுப்பா? எப்படி அப்பா இப்படி ஆயிடுச்சு? எங்களோட அப்பாக்கு என்ன ஆச்சுப்பா? അല്ലേ അയ്യോ ഒരു നിമിഷം എങ്ങളോട് അപ്പൊക്ക് എന്നാ വിജയ് അടിപൊളിയായിട്ട് ചെയ്തു. ഇത് പക്ഷെ ഒരു പ്രാങ്ക് ഷോ ആയിരുന്നു. വെൽക്കം ബാക്ക് ടു ഐ ആം സൂപ്പർ ഹീറോ. ഗൈസ് ജനുവരി 29 ബിജോയുടെ ബർത്ത്ഡേ ആയിരുന്നു. അതിന്റെ തലേ ദിവസം ഒരു കിഡിലാം പ്രാങ്ക് നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. കാരണം അവൻ തന്നെ പറഞ്ഞിട്ടുണ്ട് എന്നെ പ്രാങ്ക് ചെയ്യിക്കാൻ പറ്റുമെങ്കിൽ പ്രാങ്ക് ചെയ്യിക്കാനായിട്ട്. അങ്ങനെ നമ്മളൊരു കിഡിലാം പ്രാങ്ക് സെറ്റ് ചെയ്ത് അങ്ങ് അണ്ണാക്കി അടിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. ഞാനും ആകർഷം കൂടി ഇരുന്ന് തിങ്ക് ചെയ്ത് എന്ത് പ്രാങ്ക് കൊടുക്കും എന്നുള്ള കാര്യത്തിൽ. അങ്ങനെ കുറെ ഇരുന്ന് തല പുണ്ണായതിനു ശേഷം ഉറപ്പിച്ച് ഫേക്ക് ഓഡിഷൻ സെറ്റ് ചെയ്തിട്ട് ചെയ്യാന്നുള്ളത്. നമ്മൾ ആരെങ്കിലും ഒരു ഫേക്ക് കോൾ വിളിച്ച് പറ്റിച്ചാൽ പോലും അവൻ തൂക്കും. കാരണം എന്റെ ബർത്ത്ഡേ ഡേറ്റിനോട് അനുബന്ധിച്ച് ചെയ്യുമ്പോഴത്തേക്കും അവന് സംശയം അടിക്കും. അപ്പോൾ ഫിലിം ഫീൽഡുമായിട്ട് ബന്ധമുള്ള ആരെങ്കിലും വിട്ട് വിളിപ്പിക്കുക എന്നുള്ള പ്ലാനായി. നമ്മളുടെ എല്ലാവരും ഒരു കോമൺ ഫ്രണ്ട്, അതായത് നമ്മൾ ചേട്ടന്റെ സ്ഥാനത്ത് കാണുന്ന അനൂപേട്ടനെ കൊണ്ടാണ് ആദ്യം വിളിപ്പിച്ചത്. അപ്പൊ ബിജോയ്ക്ക് നല്ലപോലെ പുള്ളിനെ അറിയാം, പുള്ളിയുടെ ഡയറക്ടറും കൂടിയാണ്. അപ്പൊ പുള്ളിയെ വിട്ട് നമ്മൾ ആദ്യം അവനെ കോൾ വിളിപ്പിച്ചു. അപ്പൊ അതിന്റെ വീഡിയോ പോയി നിങ്ങൾ കണ്ടു. പാട്ടാണ് എടാ എവിടെ ഞാൻ പറഞ്ഞില്ലേ ഓഡീഷൻ്റെ കാര്യം, അത് ഓൾമോസ്റ്റ് എല്ലാം സെറ്റായിട്ടുണ്ട് കേട്ടോ. അപ്പോഴേ നിന്നെ 3 പേരെ എടുക്കണം. നിങ്ങളെ കൂടെ ഒരു വേറൊരു പയ്യനുണ്ടല്ലോടാ, ഒരു കൊച്ചു ചെറുക്കനെ. അപ്പം അപ്പം അവൻ്റെ ഫോട്ടോസും കൂടെ എനിക്ക് അയച്ചു തരണം. നിങ്ങൾ റീൽസൊക്കെ കാണുമെന്ന് പറഞ്ഞവർ നിങ്ങളുടെ ഫോട്ടോസും റീൽസൊക്കെ അയച്ചപ്പോൾ സച്ചു ഉണ്ട്, സുബിനും ഉണ്ട്, നീയുണ്ട്. പാസ്പോർട്ട് ഉണ്ടോ നിനക്ക്? അത് കുഴപ്പമില്ല, ഇവിടെ തൽക്കാലം എടുത്താൽ 3 ദിവസത്തിനകത്ത് റെഡിയാക്കാം. ഇപ്പോഴല്ല, ചിലപ്പോൾ അടുത്ത മാസമൊക്കെ ആയിരിക്കും ഷൂട്ട്, ഫെബ്രുവരി അവസാനം. അപ്പം നിനക്ക് എടുക്കണം. സച്ചിനുണ്ടോ പാസ്പോർട്ടൊക്കെ? എന്നാലും ചോദിക്ക്. ശ്രീലങ്കയിലാണ് ഷൂട്ട്, ഓൾമോസ്റ്റ് എല്ലാം സെറ്റ്. അപ്പം നീ ഒരു കാര്യം ചെയ്യാനുള്ളത് ഇൻട്രൊഡക്ഷൻ വീഡിയോ എടുക്കണം. അതിൽ മറ്റേ ശ്രീലങ്കയിലുള്ള സിംഗിൾ ആ ഒരു മറ്റേ അങ്ങനത്തെ കുറേ പഴയ ഈ തമിഴ്നാട് സെറ്റപ്പ് അങ്ങനെ സിംഗിൾ അങ്ങനത്തെ ഫൈറ്റൊക്കെ ഉള്ള പടമാണ്. അപ്പോൾ നിങ്ങൾ ശ്രീലങ്കയിലുള്ള ആൾക്കാരാണ് നിന്റെ ക്യാരക്ടർ. നിനക്ക് നല്ല ക്യാരക്ടറാണ് കേട്ടോ. സെന്റിമെന്റ്സ് ഇമോഷൻസ് ഒക്കെ ഉണ്ട്. ലാസ്റ്റ് നീ ബോംബ് പൊട്ടിച്ചാവും. അങ്ങനെയൊക്കെ എന്തൊക്കെയാണ് പറഞ്ഞത്. അപ്പോഴേ ഇൻട്രൊഡക്ഷൻ വീഡിയോ സിംഗിള ഭാഷ അറിഞ്ഞുകൂടാത്തതുകൊണ്ട് നീ ഇംഗ്ലീഷിലെടുത്ത് അയക്കണം. ഇംഗ്ലീഷിൽ കുഴപ്പമില്ലല്ലോ, നമുക്ക് ഫ്ലുവൻസി എന്ന് പറഞ്ഞാൽ കുറെ കട്ട് ചെയ്തൊക്കെ എടുത്താൽ മതി. ഇത് സബ്ജക്റ്റിൽ ക്യാമറ ഉണ്ടല്ലോടാ, 2-3 ദിവസത്തിനകത്ത് തരണം ഇൻട്രൊഡക്ഷൻ വീഡിയോ. പിന്നെ കുറച്ച് സീൻസ് അവർ അയച്ചു തരും, അതൊക്കെ നീ ഒന്ന് വീഡിയോ ഷൂട്ട് ചെയ്ത് നിങ്ങൾ റീൽസൊക്കെ ഷൂട്ട് ചെയ്യൂലേ, അതേപോലെ ഷൂട്ട് ചെയ്ത് അയച്ചു തന്നാൽ മതി കേട്ടോ. ഞാൻ സച്ചുവിൻ്റെ അടുത്ത് വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പം നിങ്ങൾ കാര്യം നോക്കിയാൽ മതി. പിന്നെ വലിയ നടനായി കഴിഞ്ഞാൽ മറക്കല്ലേടെ. ശ്രീലങ്കയിൽ കുറെ സീരിയലൊക്കെ കൊണ്ടുവന്നുണ്ട്. ശ്രീലങ്കൻ സീരിയലിൽ പോയില്ല. ഇല്ല, അവിടെയൊക്കെ ഇഷ്ടം പോലെ. ശ്രീലങ്കയിലാണ് ഷൂട്ട്, 1 മാസം കാണാം. നമുക്ക് പഠിത്തമൊന്നും ഇല്ലല്ലോ, ക്ലാസ് ഒന്നും ഇല്ലല്ലോ. എക്സാമൊക്കെ കളയടായി. ശ്രീലങ്കൻ പടം വരുമ്പോഴും നമ്മുക്കയുടെ പടമാണ്. ഓക്കെ, അപ്പം ഞാൻ അവരെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. നാളെ അയച്ചു തരണേ. ആ ശരിയാ, ശരി. താങ്ക് യു അണ്ണാ. അപ്പൊ അനുപേട്ടൻ വിളിച്ച് വെച്ചതിന് ശേഷം പോട്ടിയവ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ചേട്ടാ ഇതെനിക്ക് അനുപേട്ടൻ വിളിച്ചിട്ടുണ്ടായിരുന്നു, ചേട്ടനെ വിളിച്ച് പറഞ്ഞില്ലേ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ആളെ വിളിച്ച് പറഞ്ഞ് ഒക്കെ സെറ്റാണ്, എല്ലാം ചെയ്യാന്നൊക്കെ പറഞ്ഞ് സെറ്റാക്കി. പിന്നെ ഇനി അടുത്ത് അവനൊരു ഗിഫ്റ്റ് മേടിക്കാൻ വേണ്ടി പോകണമായിരുന്നു. കാരണം ഇവൻ കുറെ നാളുകൊണ്ട് ഒരു ക്രോക്സിന്റെ കാര്യമൊക്കെ പറയുന്നുണ്ടായിരുന്നു. അപ്പൊ ഞാൻ വെച്ച് ലേറ്റസ്റ്റ് ക്രോക്സ് തന്നെ പിന്നെ മേടിച്ചു കൊടുക്കാന്നൊക്കെ പറഞ്ഞ് സാധനം മേടിക്കാനായിട്ട് പോയി.
പുതിയ മോഡൽ എടുക്കാന്നുള്ള പ്ലാനാണ്. കുറേ നാളുകൊണ്ട് ക്രോപ്സ് മേടിക്കണം എന്ന് പറഞ്ഞിരിക്കുന്ന ചെറുതിന് നമ്മൾ ക്രോപ്സ് കൊണ്ട് കൊടുത്ത് സെറ്റാക്കുന്നു. ഓക്കെ, ഇത് ഒരു 8 എനിക്കൊന്ന് ഈ കളർ കൊള്ളാം, കുറച്ചുകൂടി ഒന്നുമല്ലേ? ഏത് കൊള്ളാം? കുറച്ചുകൂടി ബെറ്റർ ആണെന്ന് തോന്നുന്നു. ആ ചെറുക്കനാണെങ്കിൽ ഇപ്പോഴും പൂരുതന്റെ ഇടങ്ങനെയാണ്. വൈറ്റ് മേടിച്ചു കൊടുത്താൽ പിന്നെ ഈ ക്രോപ്സ് പിന്നെ ഇന്നേ ഈ രൂപത്തിൽ കാണാൻ പറ്റുള്ളൂ. കഴിവ് പോലും ഇല്ല തന്നെ. ഇതാകുമ്പോൾ കുഴപ്പമില്ല, കഴിവിയാലും അഴുക്കായാലൊക്കെ ഒരേ കളർ ഇരിക്കും. 10 കപ്പലാണ് അവൻ്റെ കാലി, 10 വേണം. അപ്പോൾ ഗൈസ്, ബിജോയ് ഗിഫ്റ്റ് കൊടുക്കാനുള്ള ക്രോട്സ് അവനുള്ള ചെരുപ്പ് ഗിഫ്റ്റ് മേടിച്ചിട്ടുണ്ട്. ഇത്തിരി വില കൂടിയ സാധനമാണ്. ഇന്നായപ്പോൾ അത് വായിൽ പറഞ്ഞില്ല. ക്രോപ്സ് അടുത്ത് നമ്മൾ ബർത്ത്ഡേക്ക് കട്ടിയുള്ള കേക്ക് മേടിക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ഗൈസ്, ക്രോക്സും കേക്കൊക്കെ മേടിച്ച് നമ്മൾ വീടെത്തിയിട്ടുണ്ട്. ഇനി അടുത്ത് അവൻ്റെ ക്രോക്സ് നമ്മൾ കണ്ട പ്രിസ്റ്റീജിന്റെ കുക്കറിന്റെ ബോക്സിലിട്ട് നമ്മൾ ഇനി അത് പാക്ക് ചെയ്യണം. അതിന് മുമ്പ് അവനെ വിളിച്ചിട്ട് അവ എവിടെ എത്തി എന്നുള്ളത് ചോദിക്കണം. ഇതുവരെ അവന് ഡൗട്ടും കാര്യങ്ങളൊന്നും ഇല്ല, കാരണം അപ്പടുത്ത പണി വെച്ചിരിക്കെ. അവനെ വിളിച്ചു നോക്കാം. ഹലോ, അങ്ങോട്ട് വരണേ. എടാ എവിടെടാ നീ? അങ്ങേര് നിന്റെ അടുത്ത് ഒരു കാര്യം പറഞ്ഞിട്ട് നീ എന്തൊന്ന് കാണിക്കുന്ന? ഞാൻ ഫോണ് പവർ ഫ്ലൈറ്റ് മോഡാ, ഞാൻ കണ്ടില്ല. ഫ്ലൈറ്റ് മോഡ് നിന്റെ ഏതായാലും പറഞ്ഞ ടെമ്പോയില്ല കാറില്. ആ ഫ്ലൈറ്റ് മോഡ് വിട്ടിട്ട് കാറി പറഞ്ഞു. എടാ ഇങ്ങോട്ട് വാടാ, അങ്ങേര് നിന്റെ അടുത്ത് ഇന്ന് ചെയ്തു കൊടുക്കാൻ തന്നെ പറഞ്ഞേക്കടാ. വരണം ഇവിടെ ഇറങ്ങിയപ്പോ താമസം തന്നെ പടവും തേങ്ങ എന്ന് പറഞ്ഞോണ്ട് ഓടിപ്പോ. അപ്പൊ തന്നെ തരാം ഒരു പടം ചെവരി വെക്കാൻ. എന്ത് പറഞ്ഞു? അപ്പൊ ചെയ്തിട്ട് രാത്രിക്ക് അയച്ചു കൊടുക്കാൻ പറഞ്ഞു. ആടാ അങ്ങനെ സിറ്റുവേഷൻ ഒക്കെ അയച്ചു തന്നു. പെട്ടെന്ന്. അപ്പൊ ഗൈസ്, അവൻ ഇപ്പൊ വട്ടപ്പാറ എത്തി എന്നാണ് പറഞ്ഞത്. ഏകദേശം ഒരു 8 കിലോമീറ്റർ ഒക്കെ ഉള്ളൂ. അപ്പൊ അതിനകത്ത് നമുക്ക് ഈ സാധനം പാക്ക് ചെയ്യണം. നമ്മള് അവന്റെ ചെരുപ്പിന്റെ അകത്ത് ഇട്ടിട്ട് മൂടുകയാണ്. ശ്രീലങ്കൻ സിനിമ എന്നാണ് പറഞ്ഞേക്കണം. മലയാള പടമാണ്, പക്ഷെ ശ്രീലങ്കയിൽ വെച്ചാണ് ഷൂട്ട്. മമ്മൂട്ടിയാണ് നടനെന്നൊക്കെയാണ് നമ്മൾ പറഞ്ഞേക്കണം. ഇവന്റെ കഥാപാത്രം എന്തോ സിംഗിളല്ല, അങ്ങനെ എന്തൊക്കെയാണ് പറഞ്ഞു വെച്ചേക്കണം. വൈറ്റ് ഇവിടെ ഇല്ലാത്തതുകൊണ്ട് നമ്മളിന്ന് കറുപ്പ് ഒരു വെറൈറ്റി ഉണ്ട്. Hey guys, ബിജോയ്ക്ക് ഒരു സിനിമയിൽ കിട്ടിയിട്ടുണ്ട്. അതിന്റെ ഓഡിഷനാണ്. ശ്രീലങ്കയിൽ പോകാൻ പാസ്പോർട്ട് ഇല്ലാത്തോണ്ട് വീട്ടിൽ ഇരുന്നോട്ട് ചെയ്യേണ്ടത്. എനിക്കും ടാർസനും അനീഷിനും പിന്നെ ആരോമലിനും ഉണ്ട്. മമ്മൂട്ടിയോടുള്ള പടമാണ്. എന്താണ് ഈ അവസരത്തിൽ പറയാനുള്ളത്? ഞാൻ ഇൻട്രൊഡക്ഷൻ പറഞ്ഞിട്ട് ബാക്കി പറയാം. മമ്മൂട്ടിയോട് അഭിനയിക്കാൻ ഇഷ്ടമുണ്ടോ? പിന്നെ മമ്മൂട്ടി എത്ര പടം കണ്ടിട്ടുണ്ട്? ഇഷ്ടംപോലെ പറയാം. ഒരു 5 പറയോ? പോക്കിർ രാജ, പിന്നെ പേര് മറന്നോണം, അതാണ് വിഷയം. 5 ഒക്കെ പറയാം. മമ്മൂട്ടി 5 പടം പറയാൻ പേര് മറന്നോണം. ഫസ്റ്റ് ബിജോയ് ഇൻട്രൊഡക്ഷൻ എടുക്കട്ടെ. Hi, I am Bijoy Vijendra Kumar. I am 18 years old. Now I am studying in 12th grade. I am living in Trivandrum, which is situated in Kerala district. Hi, I am Bijoy Vijendra Kumar. I am 18 years old. Now I am studying in 12th grade. I am living in Kerala, which is situated in Trivandrum. Take 3, Bijoy self introduction. Hi, I am Bijoy Vijendra Kumar. I am 18 years old. I am studying in 12th grade. I am living in Trivandrum in Kerala. അച്ഛൻ മാത്രമേ ഉള്ളൂ, എനിക്ക് അമ്മയൊന്നും ഇല്ലേ? അതൊക്കെ പറയണോ? പിന്നെ നിന്റെ ഫുൾ ഡീറ്റെയിൽസ് പറയണം. അതൊന്നും വേണ്ടെന്ന്. പിന്നെ നിന്റെ ഹൈറ്റ് വെയിറ്റ് ഇതൊക്കെ ആര് പറയും? Hi, I am Bijoy Vijendra Kumar. I am 18 years old. I am studying in 12th grade. I am living in Trivandrum in Kerala. My weight is 91 kilogram. Continuation. My weight is 91 kilogram and my height is 175 centimeters. I have worked in many short films ലൈക്കും ഷെയറും കമന്റും ഇടാം നമ്മൾ തന്നെ. Many short films likes 2 ലൈക്കൊന്നുമല്ല. Also acted in Danganakam Dillam Dillam, which is a program by Flowers, which is also directed by Subin Darsan. My hobbies are to play cricket, football and like those. ജീവിതത്തിൽ കളിക്കാത്ത താരങ്ങള്. ഓക്കെ, ആടലോടത്തിന്റെ ജേഴ്സിയിലിട്ടേ കുഴപ്പമില്ല. ക്രിക്കറ്റ് ഫുട്ബോൾ ഓക്കെ. ബേസ്ബോളും പറ, അത് പറ്റി ചുമ്മാ. ബേസ്ബോൾ എങ്ങനെ കളിക്കുന്നത്? അവൻ പിടിച്ചു വെച്ച് മാച്ച് നിലച്ചു തന്ന ഞാൻ ചെസ് മറ്റേ ഹിന്ദിക്കാരെ കൊണ്ട് കളിപ്പിക്കൂല. അതോട്ട് പറയണം. I have acted in several short films named Kurik,
which is directed by Subin Darsan and also acted in Danganakam Dillam Dillam by Subin Darsan and also acted in Danganakam Dillam Dillam by Flowers, which is also directed by Subin Darsan. അവന്റെ ഇൻട്രൊഡക്ഷൻ കഴിഞ്ഞിരിക്കുകയാണ്. ഇനി അടുത്ത ഒരു സീൻ അഭിനയിക്കാൻ തന്നിട്ടുണ്ട്. ഇനി അടുത്ത് ഇവന്റെ ഒരു സീൻ ഉണ്ട്, അതുകൂടി അഭിനയിച്ച് കഴിഞ്ഞാൽ അവന്റെ പരിപാടി കഴിഞ്ഞു. ഇവന്റെ കഥാപാത്രത്തിന്റെ പേര് സിംഗറോ. പേരെന്തോന്നു? Singer. പറയല സിംഗോ ഇരിക്കും. അപ്പൊ ഇവന്റെ യുദ്ധം നടക്കും. നാട്ടിലെ യുദ്ധം, തമിഴും ശ്രീലങ്കക്കാരും തമ്മിലുള്ള ഒരു യുദ്ധത്തിൽ ഇവന്റെ അച്ഛനെയും കാര്യം പിടിച്ചോണ്ട് പോകും. നാട്ടുകാർ അവിടെയുള്ള ആമ്പിള്ളേരെല്ലാം പിടിച്ചോണ്ട് പോകും. അപ്പൊ അവന്റെ അച്ഛനെ തപ്പി ഇവൻ ശ്രീലങ്കയിൽ പോകണാണ്. ശ്രീലങ്കയിൽ പോകുമ്പോൾ മമ്മൂട്ടിയാണ് അവിടെ ഇരിക്കുന്നത്. അപ്പൊ മമ്മൂട്ടി വന്നിട്ട് എന്റെ അപ്പനെ കാണണമെന്നൊക്കെ പറഞ്ഞിട്ട് തമിഴിൽ കരഞ്ഞോണ്ട് പറയുമ്പോഴത്തേക്കും ഓടിച്ചു വിടും. പിന്നെ അവസാനം വല്ല വിഷമം കണ്ട് സഹിക്കാൻ വയ്യാതെ കുറെ ആൾക്കാർ എല്ലാവരും ഈ മൊത്തത്തിൽ വിരൂപരായിട്ടിരിക്കുകയാണ്. എല്ലാവരുടെ യുദ്ധം വന്നിട്ട് എല്ലാവരുടെയും ഫേസ് ഒന്നും മനസ്സിലാവൂല. അങ്ങനെ മമ്മൂട്ടിയുടെ അടുത്ത് കഷ്ടപ്പെട്ട് കിടന്ന് കരഞ്ഞ വിഷമം കണ്ടിട്ട് ആളെ കൊണ്ട് കാണിക്കുമ്പോഴത്തേക്ക് ആദ്യത്തെ ആൾ വരും അല്ല, രണ്ടാമത്തെ ആൾ വരും അല്ല, മൂന്നാമത്തെ ആൾ വരുമ്പോൾ അതും അല്ല എന്ന് പറയും. പക്ഷെ കയ്യില് ചരട് കാണുമ്പോ മനസ്സിലാവും. ചരടും ചരട്. ശ്രീലങ്കക്കാരും തമിഴും തമ്മിലുള്ള യുദ്ധം 1916 കഥ പറഞ്ഞ സിനിമയാണ്. അപ്പൊ അതിന്റെ സീനാണ് ഇപ്പൊ ഇവ അഭിനയിക്കാൻ പോണത്. ഫസ്റ്റ് സീൻ എന്ന് പറഞ്ഞാൽ അച്ഛനെ അന്വേഷിച്ച് വന്ന് മമ്മൂട്ടിയുടെ അടുത്ത് വന്നിട്ട് ചോദിക്കണം, നല്ല കട്ട വിഷമാണ്, നീ അവിടെ നിന്ന് വരുമ്പോ ഞാൻ യാറെന്നൊക്കെ ചോദിക്കും. നീ അതെന്നെ തമിഴ് ഉത്തരം പറഞ്ഞാൽ മതിയെ. അറിയാന്നുള്ള തമിഴ് പറഞ്ഞേ യാറ്. Singer role. അങ്ങനെയല്ല അങ്ങനെയല്ല, ഭയഭക്തി ബഹുമാനത്തോടെ അല്ല, അത് അടിക്കാൻ വന്നതല്ല, അച്ഛനെ അടിക്കാൻ വന്നതാണ്. മീറ്ററോള് പട്ടറോളെന്നൊക്കെ ചിരിക്കല്ലേ, നീ അടിക്കാൻ നിൽക്കണ വരല്ലേ. ഞാൻ കട്ട നിന്റെ അച്ഛനെ പിടിച്ചോണ്ട് അല്ല, നിന്റെ അച്ഛനെ ഏസിനെ കൊണ്ടുപോയതല്ല ഞാൻ. അയ്യാ ഞാൻ സിംഗർ റോള് എന്തേന്നാണോ പിന്നെ ഞാൻ എന്തിനാ ചിരിക്കണം എന്തിന്? സിംഗർ റോൾ അയ്യാ. അയ്യോ സിംഗറോട് അയ്യോ അങ്ങനെ ഇമോഷൻ വരട്ടെ. നീ വന്നിട്ട് പിരിവ് ചോദിക്കണം ചോദിക്കണം. എനിക്ക് ഇമോഷൻ വരൂല, എനിക്ക് അറിഞ്ഞൂടാ. യാറടാ അയ്യോ എന്നാ സിംഗർ റോള്. എതുക്ക് വந்த? എനിക്ക് அப்பா அவனை பார்க்கணும். உங்க அப்பா இங்க வந்துட்டியா? உங்களோட ஆள்கார் എനിക്ക് തമിഴ് അറിഞ്ഞൂടാ. നിങ്ങൾക്ക് പിടിച്ചോണ്ടാണ് പോയത്. അറിയാമോ? ശരിയാണല്ലോ. യാറടാ நான் சிங்கர் ஐயா. எதுக்கு வந்த? எனக்கு அப்பா அவனை பார்க்கணும். இங்க உங்க அப்பா ஒன்னும் கிடையாது. உங்களோட ஆள் அந்த யுத்தத்துல எங்களோட அப்பா பிடிச்சுக்கிட்டு வந்த. எந்த யுத்தத்துல? சிங்கரோட யுத்தத்துல. അല്ലെ കുളച്ചിൽ அந்த பேரு வேണ്ട அந்த യുദ്ധത്തില അന്ന് ആ സമയത്തുള്ള പ്ലാസി അല്ലെങ്കിൽ കുളച്ചിലെ അവര് തന്നാ നിങ്ങൾക്ക് പേരില്ലല്ല. പിന്നെ എക്സ്ട്രാ ഓർഡിനറി അല്ല ഈ ക്ഷേത്ര യാറടാ? நான் சிங்கரோல ஐயா. எதுக்குடா இங்க வந்த? எனக்கு அப்பா அவனை பார்க்கணும். உங்க அப்பா இங்க இல்லையே. ஆனா உங்களோட ஆள்கார் அந்த யுத்தத்துல பிடிச்சுக்கிட்டு வந்த. எந்த யுத்தம்? சிங்க யுத்தம். இங்க உங்க அப்பா இல்லை. இங்க இருக்கையா எனக்கு நாலு தங்கச்சியும் ചിരിക്കുന്നത്. ക്യാമറ നോക്കിയാ എന്റെ നോക്കണം തന്നെ. എനിക്ക് കാണാം ക്യാമറ പിറകെ ചിരിച്ചു തള്ളണത്. யாருடா? நான் சிங்கரோல ஐயா. எதுக்கு வந்த? எனக்கு அப்பா அவனை பார்க்கணும். உங்க அப்பா எங்க இல்ல? உங்களோட ஆள்காரு பிடிச்சுக்கிட்டு வந்த அந்த யுத்தத்துல. எந்த யுத்தம்? சிங்க யுத்தம். சிங்க யுத்தத்துல இங்க உங்க அப்பா ஒன்றும் கிடையாது. ஆனா எங்களோட அப்பா கொடுங்க ஐயா. எங்க வீட்டுல 4 தங்கச்சி இருக்கு, நான் மட்டும் தான் இருக்கு, நமக்கு வேற யாரும் இல்லையா. நீ எந்த கிளாஸ் படிக்கிற? நான் 10th படிக்கிறேன் ஐயா. കട്ട് നീ മാറിയപ്പോ പക്കായിട്ട് എടുത്ത് ഇമോഷൻ വന്നാണ്. ഇമോഷൻ അല്ലേ? എന്താ ക്ലാസ് പഠിക്കുന്നത്? நான் 10th படிக்கிறேன் ஐயா. எனக்கு எங்களோட அப்பா கொடுங்க ஐயா, கொடுங்க ஐயா, கொடுங்க ஐயா, அப்பா கொடுங்க ஐயா. ഇരിക്കല്ലാട്ടാ ഇത് കണ്ണു കൊടുക്കയ്യ 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 അങ്ങനെ വരട്ട്.
ടേക്ക് 9 ഇമോഷണൽ സീൻ. നീ എന്താ ക്ലാസ്സിൽ പഠിக்கிறേ? நான் 10th படிக்கிறேன் ஐயா. എനിക്ക് എങ്ങളോട് അപ്പ കൊടുക്കുക. നമുക്ക് വേറെ ആരുമില്ല. അപ്പാവ് കൊടുക്കോ ஐயா. അപ്പാവ് കൊടുക്കോ. അപ്പാവ് കൊടുക്കോ ஐயா. പ്ലീസ് അപ്പാവ് കൊടുക്ക. എങ്ങളോട് അപ്പാവ് കൊടുക്കോ ஐயா. ഇങ്ങനെയാണ് പ്രശ്നം. അടുത്തേക്ക് വരാൻ പോണത് 3 പേരെ. ഇപ്പൊ നിന്റെ വിഷമം സഹിക്കാൻ പറ്റാതെ 3 പേരെ കാണിക്കുന്നു. ആദ്യം ഒരാൾ വരും, അപ്പൊ നീ പറയും അല്ല ഇതല്ല. രണ്ടാമത് ഒരാൾ വരും, അതും പറയും ഇതല്ല എന്ന് പറയും. മൂന്നാമത് ഒരാൾ പറയും, മൂന്നാമതും ഇതല്ല എന്ന് പറയും. എന്നിട്ട് നീ ഇങ്ങനെ നോക്കുമ്പോഴത്തേക്ക് കയ്യിൽ ചരടാണ്. ഒരു നിമിഷം അയ്യാ, ഒരു നിമിഷം അത് കയ്യിൽ തന്നെ അയ്യാ, അന്ന് കയ്യില് അപ്പൊ കയ്യിൽ നോക്കുമ്പം ചരട്. இப்படி ஆயிடுச்சு. അങ്ങനെ പാവം തോന്നിയ മമ്മൂട്ടി 3 അച്ഛന്മാരെ തന്നുവിടും. കാണിച്ച 3 പേര് വീട്ടിൽ പോവാ. തമിഴ് പറഞ്ഞു. ഇമോഷണൽ ടേക്ക് 1. உங்க அப்பாவை நான் காட்டுறேன். இந்த ஆளு தானே? இல்ல ஐயா. இந்த ஆளு? இல்ல ஐயா. இந்த ஆளு? இல்ல ஐயா. ஒரு நிமிஷம். அப்பா இப்படி ஆயிடுச்சு. எங்களோட அப்பாக்கு என்ன ஆச்சுப்பா? அப்பா அப்பா എങ്ങളോട് അപ്പനെ കൊടുക്കോ ஐயா. அப்பா അപ്പാപ്പാന്നാണ് കേട്ടത്. என்ன இது? ക്യാമറ നോക്കിട്ട് ഇതാ എന്നോട് അപ്പ. അല്ല അപ്പോഴേ ഇതിന് വേറെ ക്ലൈമാക്സ് ഉണ്ട്. നിന്റെ സത്യസന്ധത കാരണം ഇയാള് 3 അച്ഛന്മാരെ തന്നുവിടും. ഇമോഷണൽ സീൻ ടേക്ക് 7. ഓക്കെ, എന്റെ അപ്പാവനെ കാട്ടറേ. ഇതാ ഉങ്ങളുടെ അപ്പ. அது இல்லையா. ഇതാ. அதுவும் இல்லையா. ഇതാ. அதுவும் இல்லையா. ஐயா ஐயா ஒரு நிமிஷம். അന്ന് കയ്യിലോട് ചരട്. அப்பா அப்பா உனக்கு என்ன ஆச்சுப்பா? எப்படி அப்பா இப்படி ஆயிடுச்சு? எங்களோட அப்பாக்கு என்ன ஆச்சுப்பா? ஐயா எங்களோட இதுதான் எங்களோட அப்பா. அப்ப என்ன ஆச்சுப்பா உனக்கு? எப்படி அப்பா இப்படி ஆயிடுச்சு? கடவுளே. ஐயா இது எங்களோட அப்பனை கொடுங்க ஐயா. ப்ளீஸ் ஐயா. പ്ലീസ് അയ്യാ എന്നൊക്കെ പറഞ്ഞില്ലേ തമിഴില് അത് 1917 ഗൈസ്. ഇപ്പൊ അങ്ങനെ അവിടുന്ന് 3 അപ്പാവന്മാരും തൂക്കിക്കൊണ്ടുപോകും പോയി വീട്ടിൽ കൊണ്ടുവരുമ്പോ അപ്പാവിന് ഫുഡ് കൊടുക്കുന്ന സീനാണ്. ഇവൻ നേരെ വാരി കൊടുക്കാൻ വേണ്ടി പോകുമ്പോ അച്ഛൻ ഇവന് പിടിച്ച് തിരിച്ച് വായിൽ വെച്ച് കൊടുക്കും. അപ്പൊ ഇവൻ വേണ്ടെന്ന് പറഞ്ഞിട്ട് കരഞ്ഞുകൊണ്ട് ഇങ്ങനെ ഒരു ഇമോഷണൽ നോട്ടം കണ്ണിലാണ് ആ സാധനം നമ്മൾ ഇരിക്കുന്നത്. കണ്ണില് സാപ്പിടുപ്പാ. തിരിച്ചു തരുന്നു. എനിക്ക് വേണാപ്പാ, നീങ്ക സാപ്പിട്. വായിക്കത്തോട്ട് വെച്ചില്ല. നീ കഴിക്ക്. ഒന്നും കഴിക്കില്ല, നീ സാപ്പിട്. അപ്പാനെ കെട്ടിപ്പിടിക്കുന്നു. സാപ്പിടുപ്പാ. തിരിച്ചു വച്ചിരുന്നു. എനിക്ക് വേണാപ്പാ, നീങ്ക സാപ്പിട്. ഇല്ല, നീ കഴിക്ക്. ഒന്നും കഴിക്കില്ല, നീ സാപ്പിട്. കെട്ടിപ്പിടിക്ക. അപ്പൊ ഗൈസ്, ബിജോയുടെ ഫസ്റ്റ് ഓഡിഷൻ എങ്ങനെ ഉണ്ടായിരുന്നു? എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? എനിക്ക് നല്ലപോലെ മാക്സിമം ചെയ്യാൻ പറ്റുന്ന അത്രയും ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ ഇന്നേ വരെ ഇങ്ങനെ ഓഡിഷൻ ഒന്നും പോയിട്ടൊന്നുമില്ല. ചെയ്യാൻ പറ്റിയതിന്റെ അത്രയും ചെയ്തെന്ന് തോന്നുന്നു. നമ്മൾ ഇമോഷണൽ സാധനങ്ങൾ നമ്മൾ അങ്ങനെ ചെയ്യാറില്ല. പക്ഷെ നല്ലപോലെ ചെയ്തവൻ. ലാസ്റ്റത്തെ സൗണ്ട് മോഡുലേഷൻ ഒക്കെ മാറിയിരുന്നു. അത് കൊള്ളാം. അതൊക്കെ റീൽസിൽ പക്ഷെ ഇടൂല. നല്ലൊരു എക്സ്പീരിയൻസ് ആയിട്ട് എനിക്ക് തോന്നുന്നുണ്ടോ? നല്ലൊരു എക്സ്പീരിയൻസ് ആയിട്ട് തോന്നുന്നു. നിന്റെ ഇതിന്റെ ഇത് വെച്ചിട്ട് എനിക്ക് സിനിമ കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നുണ്ടോ? കിട്ടുമെന്ന് ആഗ്രഹിക്കുന്നു. ഇല്ലെങ്കിൽ എന്ത് ചെയ്യും? നമ്മളെ റീൽസിൽ തന്നെ നമ്മള് വലിയ നടനൊക്കെ ആകുമ്പോ നമ്മളൊക്കെ മറക്കോ? ഇല്ല, എനിക്ക് കാറൊക്കെ വാങ്ങിച്ചു തരും എനിക്ക്. ഉറപ്പില്ലേ? അപ്പൊ വിജയ് അടിപൊളിയായിട്ട് ചെയ്തു. ഇത് പക്ഷെ ഒരു പ്രാങ്ക് ഷോ ആയിരുന്നു. നമ്മള് മാനസികമായിട്ട് വേദനിപ്പിക്കാണ്ട് ചെയ്യുന്നതല്ല. ഇവനല്ലാത്ത രീതി പറ്റിയാറില്ല. ഇവൻ വെറുതെ വെല്ലുവിളിച്ച് പ്രാങ്ക് ചെയ്യിക്കാൻ പറ്റുമെന്ന് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ ഇടയ്ക്ക് സിംഗറോളിന് ബർത്ത്ഡേ വിഷസ് ആണ് നമ്മളുടെ ആടലോടകത്തിന്റെ ടീമിന്റെ പേരിൽ. ഹാപ്പി ബർത്ത്ഡേ സിംഗറോൾ. എന്താ നമ്മളൊരു ചെറിയൊരു ഗിഫ്റ്റ് എന്താണെന്ന് ഗസ് ചെയ്യാൻ പറ്റുമോ? ഇതല്ല കളിപ്പിക്കാനുള്ള പാവേ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും. കോമഡി ഫണ്ണായിട്ടുള്ള എന്തെങ്കിലും ആയിരിക്കും. ഉറപ്പാണോ? എന്നാ അത് പൊട്ടിയില്ല. പ്രസ്റ്റീജിന്റെ മുട്ട വെച്ച് എഴി.
ക്രോക്സാ ഇതെന്തിനാണ് നിനക്ക് വേറെ എന്ത് തോന്നിയ? ഇത് നമ്മളൊരു ഊഹം വെച്ചിട്ടാണ് നിന്റെ അളവ് മേടിച്ചത്. ഇട്ട് നോക്ക്. ഇൻ കേസ് ഇത് നിനക്ക് ചെറുതാണെങ്കിൽ, ഈ കപ്പൽ ചെറുതാണെങ്കിൽ ബില്ല് ഞാൻ തരാം, മാറ്റി സിംഗറോൾ. ഓക്കെ, ഇനി നമ്മൾ അടുത്ത് കേക്ക് കട്ടിങ്ങിലൂടെ പോവുകയാണ്. കേക്ക് എടുത്തിട്ട് വരും. മനദേവതയുടെ കഥയാണോ ഞാൻ പറഞ്ഞത്? പൊട്ടരാ നീ. സിംഗർ റോള് അയ്യോ അനുമണ്ണം പറഞ്ഞപ്പോ ഞാൻ കരഞ്ഞഭിനയിച്ചല്ലേ? എന്റെ ജീവിതത്തിൽ കുറെ നാളെ ചിരിച്ചിട്ട്. ഡയറ്റ് അല്ലേ കഴിയുന്നുണ്ട്. ഹാപ്പി ബെറോട്ട റെഡ്ഡി അങ്ങനെ ഇടാൻ കാരണം ഇവൻ സ്കൂളിലെ കലിപ്പനാണ്. സിംഗറോളിന്റെ ബിജോയുടെ 18ാമത്തെ വയസ്സാണ്. ഈ വ്ളോഗൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ അനുമണ്ണനെ നേരിട്ട് വന്നൊന്ന് കാണുന്നുണ്ട്. അപ്പൊ പാട്ട് പാടട്ടെ. ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു ഡിയർ ബിജോയ്, ഹാപ്പി ബർത്ത്ഡേ ടു യു. എല്ലാവിധ ജന്മദിനാശംസകൾ. 18 ഒരിക്കലും മറക്കാൻ പാടില്ല. ഒരിക്കലും നമ്മൾ മറക്കാൻ പാടില്ല. ഞാൻ ചത്താലും നിന്റെ ഓർമ്മ കാണണം. ബിജോയുടെ ബർത്ത്ഡേ സെലിബ്രേഷൻ അവന്റെ അടുത്ത് തന്നെ ചോദിക്കാം, എങ്ങനെ ഉണ്ടായിരുന്നു? ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. ഞാൻ ശരിക്കും ഓഡീഷന് വേണ്ടിട്ട് നന്നായിരിക്കും എന്ന് വിചാരിച്ച്. ഞാൻ മനസ്സിൽ പോലും വിചാരിച്ചു, ഞാൻ എന്റെ ബർത്ത്ഡേ ഞാൻ അങ്ങനെ ഇതേണം കേക്ക് മുറിച്ച് ഇത്ര എനിക്ക് 18 വയസ്സായിട്ട് ഞാൻ ഇന്നേരെ കേക്ക് ഒന്നും മുറിച്ച് ആഘോഷിച്ചിട്ടില്ല. അത് സന്തോഷമുണ്ട്, ഒരു പ്രത്യേക സന്തോഷമുണ്ട്. ഈ ഗിഫ്റ്റ് നീ പ്രതീക്ഷിച്ചിരുന്നു? ഇല്ല ഞാൻ വിചാരിച്ചെന്താ കളിപ്പാട്ടം തന്നു. എങ്ങനെയുണ്ട് സാധനം? ഡ്യൂപ്ലിക്കേറ്റ് അല്ല, ഒറിജിനലാണ്. അമ്മച്ചാണ് ഒറിജിനലാണ്. ബില്ല് വെച്ചിട്ടുണ്ട്, മാറ്റിയെടുക്കാം. എടാ ക്രോപ്സിന്റെ കവർ പറ. ഇവ ട്വിൻസ് ആണ് കേട്ടോ. ഇവനൊരു അനിയത്തിയാണ് ഉള്ളത്. ആ കൊച്ചിന്റെയും കൂടി ബർത്ത്ഡേ ആണ്. അപ്പൊ ഹാപ്പി ബർത്ത്ഡേ ബിൻസി ഓൾസോ. സിംഗറോളും ബിൻസിയും. അപ്പോ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് കാണും വരെ ബൈ ഗൈസ്.